സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് TSMCയുടെ 4nm പ്രോസസ്സറാണ്. പിന്നെ ഒക്ടാകോർ പ്രോസസ്സറാണ്. ഇതിൽ 3.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X4ന്റെ ഒരു കോറും പിന്നെ 3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 3 കോറുകളും അതുപോലെ തന്നെ 2.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 2 കോറുകളും പിന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 2 കോറുകളും വരുന്നുണ്ട്. അപ്പം 1+3+2+2 എന്നുള്ള ആർക്കിടെക്ചറിലാണ് ഇത് വരുന്നത്. അപ്പോൾ സാധാരണ കാണുന്ന ഒരു രീതിയല്ല. ഇപ്പം പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CPU പെർഫോമൻസ് 31% ഫാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പവർ എഫിഷ്യൻസി 39% ബെറ്റർ ആയിരിക്കും. അപ്പം CPUയുടെ കാര്യത്തിലൊക്കെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് വരുന്നതായിരിക്കും. GPUയുടെ കാര്യത്തിൽ Adreno 825 GPU ആയിരിക്കും ഇതിൽ വരിക. അപ്പം GPUയുടെ കാര്യത്തിലും 49% ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക് പെർഫോമൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ CPUയുടെയും GPUയുടെ കാര്യത്തിലും പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ റേ ട്രേസിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ 2.0 എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ Adreno ഇമേജ് മോഷൻ എഞ്ചിൻ 2.0 എന്നുള്ള ഫീച്ചറൊക്കെ വരും. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടി ബെറ്റർ ആവുന്നതായിരിക്കും. പിന്നെ 4800 MHz ക്ലോക്ക് ചെയ്യുന്ന LPDDR5Xന്റെ റാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരെയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എയുടെ കാര്യത്തിൽ Hexagon NPU ആണ് ഇതിൽ വരുന്നത്. ഇപ്പം പഴയ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറിനേക്കാളും 44% ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ WQHD+ ഡിസ്പ്ലേ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതാണെന്നുണ്ടെങ്കിൽ 144 Hz റിഫ്രഷ് റേറ്റ് വരെയും സപ്പോർട്ട് ചെയ്യും. പിന്നെ എക്സ്റ്റേണൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 4K 60 Hz ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 18-bit ട്രിപ്പിൾ ISP ആണ് ഇതിൽ വരുന്നത്. ഇതിൽ 320 MP ക്യാമറ സെൻസർ വരെ സപ്പോർട്ട് ചെയ്യും. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ 36+36+36 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബ്ലൂടൂത്ത് 6.0 സപ്പോർട്ട് ഇതിൽ വരും. Wi-Fi 7ന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്. sub-6 GHz വരുന്ന 5Gയും അതുപോലെ തന്നെ mmWave ടെക്നോളജിയിൽ വരുന്ന 5Gയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ X75 5G മോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൗൺലോഡ് സ്പീഡ് 4.2 GB/s വരെ വരുന്നതായിരിക്കും. പിന്നെ ചാർജിങ് സ്പീഡിന്റെ കാര്യത്തിൽ ക്വിക്ക് ചാർജ് 5.0 സപ്പോർട്ട് ഇതിൽ വരും. പിന്നെ USB 3.1 Gen 2ന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പം പഴയ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CPUയുടെ കാര്യത്തിൽ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ GPUയുടെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. പിന്നെ എയുടെ കാര്യത്തിലൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലും ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ കാണുക എന്ന് വെച്ചാൽ, ഇപ്പം സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ നമുക്ക് 23,000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ വരുന്ന ഫോണുകളിൽ ലഭിക്കുന്നുണ്ട്. ഒരു 23,000 to 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് ഈ ഒരു പ്രോസസ്സർ കാണുന്നത്. അപ്പം ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സർ നമുക്ക് ഒരു 25,000 to ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഓഫ്ലൈൻ ഫോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ എത്തിയേക്കാം. ഓൺലൈൻ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് ഈ ഒരു പ്രോസസ്സർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓഫ്ലൈൻ ഫോൺസിൽ ആ ഒരു ബെസ്റ്റ് പ്രൈസിങ് പൊതുവെ കാണാറില്ല. പിന്നെ ഏതൊക്കെ ഫോണുകളിലായിരിക്കും ആദ്യം ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ, ആദ്യം iQOO Z10 Turbo Pro എന്ന ഫോണിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് Redmi Turbo 4 Pro, Oppo K13 Pro, Xiaomi CV5 Pro, Meizu 22 Note എന്നീ ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. മിക്കവാറും വേറെയും ബ്രാൻഡുകൾ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം അപ്ഗ്രേഡ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. അപ്പം അപ്പർ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ നമുക്ക് പുതിയൊരു പ്രോസസ്സറും കൂടി ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ഇത്. എന്തായാലും ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് ഈ ഒരു പ്രോസസ്സർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.